കറക്റ്റായിട്ട് എന്നെ ഡ്രാഗ് ചെയ്തിട്ടല്ലേ ഇവിടെ ആശുപത്രിക്കകത്തോട്ട്. ഞാനങ്ങനെ ചെയ്യോ? ഇതല്ല എന്റെ ലാസ്റ്റ് ലൊക്കേഷൻ. ഇന്നലെ പറഞ്ഞ ചാലഞ്ച് അത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് തന്നത്. അതെ ഇവിടുത്തെ ചായ ഇതിലൊക്കെ ഇന്ന് മിസ്റ്റർ ബാബു വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അവൻ എന്തോ ചെയ്യാറുണ്ട്, ലാസ്റ്റ് ലൊക്കേഷനിൽ തന്നെ സ്പോൺ ആവണേന്ന് എന്നോട് പറഞ്ഞിട്ടാ പോയത്. മിക്കവാറും ലാസ്റ്റ് ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇത് പവർ ഗെയിമിംഗ് ആണ്. ഇത് പക്ക പവർ ഗെയിമിംഗ്. ഇത് പവർ ഗെയിമിംഗ്. ഇത് പവർ ഗെയിമിംഗ്. ഇത് പവർ ഗെയിമിംഗ്. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പയ്യന്മാർക്ക് കിട്ടാതെ പോയി. അപ്പ ചതി എന്നെ ചതിച്ചതാ. എന്നോട് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ എന്നോട്. ഇല്ല, ഇത് പവർ ഗെയിമിംഗ്. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പ ഞാൻ എവിടെയാണ് നിന്നത് അവിടെ തന്നെ ഞാൻ വരണം, അല്ലാതെ വേറൊരു ലൊക്കേഷനിലോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ലൊക്കേഷൻ ഓർമ്മയില്ലേ? എനിക്ക് ഒരു സുഖം തോന്നുന്നു. ഒരു സെക്കൻഡ് എന്ത് പറയുന്നേ? പറ പാപ്പാ. ഇല്ല, ഇത് ചീറ്റിംഗ്. ഇത് പറ്റൂല. ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു പാപ്പ. അവിടെ ചെറുക്കൻ എടുത്തിട്ട് എന്തൊക്കെയോ പൊട്ടിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ ആദ്യത്തെ ബ്ലൈൻഡ് സ്ട്രീമർ. വല്ല ഫഹദ് ഫാസിലും ടോവിനോ ഒക്കെ വെച്ച സൺഗ്ലാസ്, ഞാൻ വെച്ച അന്തര. എന്തൊക്കെ തരം ആൾക്കാരപ്പ. സത്യം ഒരു 5000 രൂപയ്ക്ക് വേണ്ടിട്ട് പറയുന്നത് പറഞ്ഞു. നാളെ പറ്റിക്ക് ജ്യൂസാ. ഇന്നിവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ഈ കാലാവസ്ഥയുടെ മട്ടും ഭാവമൊക്കെ മാറുന്ന കണ്ടോണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു പേടി വരുന്നു. എവിടാ ബാബു? ഞാൻ നിങ്ങളുടെ ഒരു സത്യം പറയട്ടെ, എനിക്ക് കണ്ണ് കാണില്ല ഇത് വെക്കുമ്പോ. ഇതെന്താ എങ്ക ഇരിക്കേ? ഹലോ ബാബു, ഞാന് ഒരിടത്തോട്ട് പൊക്കോണ്ടേ ഇരിക്കും. അപ്പാപ്പനാ ഡ്രൈവ് ചെയ്യണേ. എങ്ങോട്ടാ വരണ്ടേ? എങ്ങോട്ടാ വരണ്ടേ? എന്നാ ഇവിടെ സമാധാനത്തില് ആളില്ലാത്ത എവിടെയോട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് പറയാം. ഇവിടെ ഈ റോഡിലൊക്കെ ഒന്നും ചെയ്താൽ അപ്പൊ നമ്മൾ എവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടാലും ഇപ്പൊ ആൾക്കാർ വരുക. കുറച്ചൊന്നും ആള് വരാത്തത് നോക്ക്, ഭയങ്കര ക്രൗഡ് ആവും. ഈ നമ്പർ 83 കേറാനോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ തൊട്ടടുത്ത് പ്രൈവസി ഉള്ള സ്ഥലം പിന്നെന്താ? 911. എടാ നമ്മുടെ വീട്ടിലെ ഗ്യാങ് സസ്പെൻഷൻ ഉള്ളവരുണ്ട്. നമുക്ക് ഗ്യാങ് റേഡിയോ മാറ്റിയിട്ട് മറ്റേതാ 83 കേറാവാ. കണ്ടപ്പോ ഡിസ്കണക്ട്. ഇവിടെ എന്ത് ചെയ്യും? എന്താടാ ഇന്നത് ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നടാ. അതിന് 1 മണിക്കൂർ തന്നെ ഞാൻ നിക്കാൻ തുടങ്ങിയതല്ലേ അണ്ണ. എടാ നീ അപ്പാപ്പൻ പവർ ഗെയിമിംഗ് ഉപയോഗിച്ചടാ. നീ ആയിരുന്നു ഡിസേർവ്ഡ്. നിനക്ക് കിട്ടണ്ടായിരുന്നു. നീ അപ്പാപ്പൻ ചതിച്ചതാ. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചതിച്ചിട്ടില്ല സത്യമായിട്ടും. കള്ളൻ. ശുക്രേ എവിടെ? ഫ്രീ ആണോ ഇന്ന്? മുതുകിലിപ്പുണ്ട്.
ആര് എന്ത് ഇല്ല ഞാനിപ്പോ മറ്റൊരു ക്ലാസ് അല്ല വെച്ചിരിക്കുന്നത്, ഞാൻ വേറെ മറ്റേ ക്ലാസ് വെച്ചിരിക്കുന്നത്. എന്താ മറ്റെന്താ? ഓക്കെ അപ്പാ ഓ വാസുവിനെ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങള് വൈകുന്നേരം ആവുമ്പോ ഇനി തുണ്ട് സൈറ്റിലൊന്നും കേറണ്ട കേട്ടാ. എന്താ നോക്ലിപ്പ് അടിച്ച് ജുഗ്രുവിന്റെ അടുത്ത് പോയാ മതി. അവനിപ്പോ സിറ്റി കാണിച്ചു വിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? ഓ ഞാൻ മാറിക്കും, ഞാൻ പോവാ, ഞാൻ ഇവിടുന്ന് പോയിക്കളെ. പ്രായത്തില് മൂത്തൊരാളാണെന്ന് നോക്കാതെ എന്താ ചെയ്തത്? അടുത്ത വാരം നീ സ്വന്തം ടീമിന്റെ വെടികൊണ്ട് ചാവണ പട്ടി. ഉറപ്പായിട്ടും കുരുത്തമില്ലാത്തവരെ 4 പേരുണ്ടായിരുന്ന 4 പേര് അന്ന് അപ്പോപ്പൻ എല്ലാരും ചതിച്ചു. അതെ. എന്റെ ലാസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതൊക്കെ പറ്റും, ലോഗ് എടുത്ത് മാറ്റിയാൽ മതി. വാസുവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ എല്ലാം മറന്നുപോയി, അതാണ് സത്യം. ഇതിപ്പോ ഞാൻ എങ്ങനെ ഇതെനിക്ക് വേണ്ട, ബാബു പറ. അപ്പാപ്പനെ തല്ലിന്നൊരു പേര് കൂടെ കിട്ടാനുള്ളായിരുന്നു. അത് വൈര് മൂത്തൊരാളെ തല്ലി തന്റെ തല്ലി ഒരു പേര്. ചന്ദ്രൻ ഹലോ, എവിടെ ഉണ്ട്? ഞങ്ങള് 7181. ഇതല്ല ട്വിസ്റ്റ്. വെള്ളിയാഴ്ച അണ്ണ സ്പോൺ ബട്ടൺ നിക്കാൻ നേരത്തെ ഒരു പയ്യൻ ഓടി വന്ന് എന്റെ വണ്ടി ഇടിച്ച് കൊന്ന് ജുഗ്രു. എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പെണ്ണുമായിട്ടാ വന്ന, പെണ്ണുമായിട്ട് അണ്ണനെ കാണിക്കാൻ മനഃപൂർവ്വം. റെസ്പെക്ട് ബ്രോ, അങ്ങനൊന്നും ഇല്ലടാ. അതൊക്കെ അപ്പാവൻ കൂളാണ് പുള്ളി, അവരുടെ അടുത്ത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പുള്ളി. മറ്റേ എല്ലാ അങ്ങനൊന്നും ഇല്ല, അതൊക്കെ ആർപ്പി ആയിട്ട് കാണും. ലൈക്ക് പുള്ളി അവരുടെ അടുത്ത് അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്നോണ്ടാണ് പുള്ളി ഒരു കോള് പറയുമ്പോ അവരൊക്കെ അത് റെസ്പെക്ട് ചെയ്യുന്നത്. തമാശയല്ലേ, അല്ലാതെ സീരിയസ് ആയിട്ട് പുള്ളി ഇവിടെ ആരും ഡിസ്റെസ്പെക്ട് ചെയ്തില്ല. പുള്ളി ഒരു കോള് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഡ്രൈവറിന്റെ പ്രശ്നമാണ്. പറയടാ, ഇത് കൊള്ളാം. പക്ഷെ ഞാനൊരു റൊണാൾഡോ ഫാൻ ആണോടാ, ഞാൻ ടാറ്റു അടിക്കത്തില്ല. എന്റെ നോക്ക് എന്താ എന്റെ ദേഹം നോക്ക്. ഇത് ഊരാൻ പറ്റൂല, ഇത് മഞ്ഞപ്പള്ളിയാണല്ലോ. ഊരാൻ പറ്റില്ല. ഡ്രസ് ഇല്ലാത്ത ഡ്രസ് ഇട്ട് വെച്ചില്ല. എടാ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏക്കും പോക്കും അറിയത്തില്ല. ഞാൻ ചുമ്മാ ക്യാരക്ടർ വൈസ് പറയണം. പരന്തുവാസിനെ പറ്റി പറയണാണ്, ഈഗിൾ ഗെയിമിങ്ങിനെ പറ്റി അല്ലേ. ചുമ്മാ അതിന് ഫാൻ ഫൈറ്റ് ഒന്നും ആവല്ലേ, ചുമ്മാ പറയാണ്. ആ ബാബു എന്താണ് എന്തിന്? ഞാൻ വെറുതെ നോർമലി വന്നതുപോലെ വന്നതേ ഉള്ളൂ. എന്താണ് നീ എന്തൊക്കെ പാഴ്വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. 2022 തൊട്ട് നമ്മൾ തുടങ്ങിയതല്ലേ, ആ വാർത്തയൊന്നും ഇപ്പഴേ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇതല്ല, ഇത് വേറെ 2024 ഒരു ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പറഞ്ഞ കേസാണ്. അതേതായിരുന്നു? എവിടെ? 2023 കാറിൽ സംസാരിച്ചത്? അല്ല കാറിലല്ല സംസാരിച്ചത്. എന്റെ ഓർമ്മയില് നമ്മുടെ മറ്റേ അപ്പുറത്ത് ഐലൻഡ് ഇല്ലേ, അവിടെ വെച്ച് സംസാരിച്ച കേസാണ്. ആണല്ലേ? ഈ രാജ്യത്തും കൂടിയല്ലേ ശ്രീരാഗമോ. എല്ലാവരും ക്യാമ്പസിലോട്ട് പോയേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈ വണ്ടി സർവീസ് ചെയ്ത് ഓടിച്ചാലും ഈ വണ്ടി തീട്ടാണ്. അല്ല ഞാൻ ടിക്കറ്റ് എടുക്കും. സൂപ്പർ. എത്ര മേടിച്ച്? 120 കോടി ചന്ദ്ര പമ്പിന്ന് എടുക്കുന്ന പൈസ നീ അണ്ണ ഇത് കഴിഞ്ഞ ഇതിലുള്ള കാശല്ല, ഇത് കാശാ. ഇത് പമ്പിന്നും തൊട്ടുമില്ല. ഗ്യാങ് ഫണ്ടിന്ന് എന്തെങ്കിലും നീ എടുത്ത് നീ ഇത് മേടിച്ചാ? ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ നല്ല ചാനൽ ഞാൻ അറിയാതെ എന്റെ വായിന്ന് വീണ് പോയത്. ഫുട്ബോൾ കാര്യം ഒന്ന് വിടുക, ഇത് ചില്ലായിട്ടിരുന്ന് കാണാം. നിങ്ങൾ സമാധാനത്തിൽ നീ എന്തിനു പറഞ്ഞു എന്റെ അടുത്ത്? അല്ല, ഈ ഒരു കേസിൽ പൈസയുടെ കേസിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷെ മാറിയല്ലോ ഇപ്പൊ. എനിക്ക് നിന്റെ വിശ്വാസമാണ്. ഗ്യാങ് ഫണ്ട് എടുത്ത് ആര് ഒമ്പിച്ചാലും അവൻ പുഴുത്തി ആവത്തേ ഉള്ളൂ. അന്ന കൊറേ അപരാധികൾ പറയാം, അവർക്ക് അരി അത് പറയാൻ നടന്നവന്മാർ പറയും. ഇത് എന്റെ പഴയ സിറ്റിലുള്ള കാശാണ്. ഇത് ഇതിന് എഞ്ചിനില്ലേ? അന്ന എഞ്ചിനില്ല, എന്നെ ഊപിച്ചാ സിറ്റി.
ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ഇതാണോ? അണ്ണന്റെ ത്രാക്സ് ഇല്ലേ, അത് അണ്ണത്ത് ഓടിച്ചു നോക്കി ഇപ്പൊ ഒന്ന്. അല്ലല്ല അണ്ണ ചുമ്മാ നിർത്തി ചുമ്മാ ഓടിച്ചു നോക്കാൻ വണ്ടി എടുത്തു. ആ വണ്ടി വിറ്റ്, ആ വണ്ടി വിറ്റ്. ത്രാക്സാ? ആ അത് 200 കോടിക്ക് ഒരു മണ്ടൻ അടിച്ചു കൊടുത്ത്. ആ വണ്ടിയുടെ സിറ്റിയിൽ ഇപ്പോഴത്തെ ഉള്ള 450 കോടിയാ. അല്ല ആ വണ്ടി ഷൊട്ട വണ്ടിയായിരുന്നു, കുഴപ്പമില്ല. എനിക്ക് വലിയ നഷ്ടമുണ്ടായില്ല. അണ്ണാ ദൈവ വണ്ടിയാണോ സിറ്റിയിലെ ദൈവ വണ്ടി, അത് തീട്ടമായി ഇപ്പൊ. അധികം ഇപ്പൊ തീട്ടായോ? അത് നന്നായി, എന്നാലും വിറ്റത് നന്നായില്ലേ? അത് വണ്ടിയുടെ കുഴപ്പമില്ല, വണ്ടി പിടിച്ച ചന്ദ്രനല്ലേ ഓടിച്ചു നോക്കി. പക്ഷെ ഈ വണ്ടി അപ്പൊ ഈ വണ്ടി തീട്ടം വണ്ടി, ഇത് തീട്ടം വണ്ടി. ഇത് എപ്പോ ഓടിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, മള്ളി ഒരുപാട് പ്രശ്നത്തിൽ ചവിട്ടണ്ട കാര്യമില്ല, ഈ വണ്ടി പോട്ടില്ല. സർവീസ് സ്പീഡ് ഉണ്ടാവും പക്ഷെ കൺട്രോൾ ഇല്ല ഇതിന്. സർവീസ് മോൾ സർവീസ് 150 ക്ലോക്ക്ഡാ.